ഹലോ ഫ്രണ്ട്സ്. ഇന്ന് 5ാം ക്ലാസ് തന്നെ 6ാമത്തെ ചാപ്റ്ററായ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫിസിക്സിലെ ഭാഗമാണ്. ഫിസിക്സിലെ ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, PSC ചോദിക്കാറുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇതിൽ വരുന്നത്. കുഞ്ഞ് ടോപ്പിക്കാണ്, വലിയ അധികം കാര്യങ്ങളൊന്നുമില്ല. ലഘുയന്ത്രങ്ങളെ പറ്റിയാണ് മെയിനായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, കുറേ ടൈപ്പ് ലഘുയന്ത്രങ്ങളുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ കത്രികയാണെങ്കിലും സ്റ്റാപ്ലർ ആണെങ്കിലും ഒക്കെ ലഘു യന്ത്രങ്ങളാണ്. അപ്പോൾ ഈ ലഘു യന്ത്രങ്ങൾക്ക് പിന്നിലൊക്കെ ഓരോ പ്രവർത്തന തത്വമുണ്ട്. ആ പ്രവർത്തന തത്വമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ സീസോ ആണെങ്കിലും ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തന തത്വമുണ്ട്. അതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ പ്രവർത്തന തത്വത്തിൽ വരുന്നതാണ് ഉത്തോലകങ്ങൾ. അപ്പൊ എന്താ ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലെവേഴ്സ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. അപ്പൊ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ എന്തറിയപ്പെടുന്നത്, ലഘുയന്ത്രങ്ങൾ ആവുന്നത്. അപ്പോൾ ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാവുന്നത് അവ ജോലി ലഘൂകരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ എന്താണ് ഉത്തോലകങ്ങൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഏത്, ഉത്തോലകങ്ങൾ. അപ്പൊ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സീസോ ഒക്കെ ആണെങ്കിൽ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചലിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ടേംസ് പഠിക്കാനുണ്ട്. ഈ ഉത്തോലകങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള 3 ടേംസ് ആണ് ധാരം, യത്നം, രോധം. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് ടേമാണ് ഫുൾക്രം, എഫേർട്ട്, റെസിസ്റ്റന്റ്. ഇതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഒന്നാമത്താണ് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് ധാരം അല്ലെങ്കിൽ ഫുൾക്രം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ഒരു ബിന്ദു ഉണ്ടല്ലോ, ആ ബിന്ദുവിനെ ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത ആ ബിന്ദുവാണ് അത് ഇവിടുത്തെ ധാരം എന്താണ്. അപ്പോൾ ആധാരമാക്കുന്ന ബിന്ദു ധാരം എന്നുള്ളത് തന്നെ ഓർത്ത് നോക്കണം. കാരണം ഡെഫിനിഷനായിട്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ അവിടെയുള്ള ആധാരത്തിലെ ധാരം ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിന്റെ ഡെഫിനിഷൻ കിട്ടും. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് എന്ത്, ധാരം. ഇനി ഞാൻ പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്, യത്നം അല്ലെങ്കിൽ എഫേർട്ട്. നമ്മൾ ഒരു ഉത്തോലകം ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് മെഷീൻ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു ബലം ഉണ്ടല്ലോ, ആ ബലമാണ് എന്ത് പറയുന്നത്, യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത്. ഇനി യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അപ്പോൾ യത്നം ഉപയോഗിച്ചിട്ട് ഒരു രോധം അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെയാണ് എന്ത് ചെയ്യുക, ഈ റെസിസ്റ്റൻസ് അനുഭവപ്പെടുക. അതാണ് രോധം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പറയുന്നതിനേക്കാൾ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കായിട്ട് എന്താ പഠിക്കണം. അതിൽ നമുക്ക് 3 ഉത്തോലകങ്ങൾ ടൈപ്പാണ് പഠിക്കാനുള്ളത്. അതിൽ 1ാം വർഗ ഉത്തോലകങ്ങളുണ്ട്, 2ാം വർഗമുണ്ട്, 3ാം വർഗമുണ്ട്. ഇത് ഞാൻ അഡീഷണൽ ആഡ് ചെയ്താണ്. അപ്പോൾ ഇത് നിർബന്ധമാണ്, ഇതാണ് ചോദിക്കുന്നത്. PSC ചോദിക്കുന്നതിൽ മെയിനായിട്ട് വരുന്നത് ഇത് 3ആണ്. അപ്പോൾ എന്താണ് 1ാം വർഗ ഉത്തോലകങ്ങൾ എന്ന് വെച്ചാൽ എന്താ. അപ്പോൾ ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. 1ാം വർഗ ഉത്തോലകത്തിൽ യത്നത്തിനും രോധത്തിനും ഇടയിൽ എന്തായിരിക്കും, ധാരം വരുന്ന ഉത്തോലകങ്ങളാണ് 1ാം വർഗ ഉത്തോലകങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ EFR എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. കാരണം എന്താ, നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ E കഴിഞ്ഞിട്ടാണ് F വരുന്നത്, അതേപോലെ F കഴിഞ്ഞിട്ടാണ് R വരുന്നത്. EFR എന്ന് ഓർത്ത് വെച്ചാൽ 1ാം വർഗ ഉത്തോലകങ്ങൾ EFR എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ ഉദാഹരണങ്ങളാണ് പഠിക്കേണ്ടത്. PSC ചോദിക്കുമ്പോഴൊക്കെ മിക്കവാറും ഉദാഹരണങ്ങളാണ് ചോദിക്കാറുള്ളത്. 1ാം വർഗ ഉത്തോലകങ്ങൾക്കുള്ള ഉദാഹരണം അല്ലെങ്കിൽ ഉദാഹരണങ്ങളിൽ പെടാത്തത് എന്ന രീതിയിലാണ് ചോദിക്കുക. അല്ലെങ്കിൽ കത്രിക എന്നുള്ളത് ഏത് 1ാം വർഗമാണോ 2ാം വർഗമാണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ 1ാം വർഗ ഉത്തോലകത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ: ത്രാസ്, കപ്പി, കത്രിക, പ്ലേയേഴ്സ്, സീസോ, നെയിൽ പുള്ളർ. ഇതൊക്കെ അതായത് ഇതിൽ ഫുൾക്കം എന്ന് പറയുന്നത് നടുവിലാണ് വരിക. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ചിത്രം മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി പെട്ടെന്ന് കിട്ടും, ബൈഹാർട്ടാക്കേണ്ട ആവശ്യം വരില്ല. ഇനി 2ാം വർഗ ഉത്തോലകങ്ങളാണെങ്കിലോ, 2ാം വർഗ ഉത്തോലകത്തിൽ ധാരത്തിനും യത്നത്തിനും ഇടയിലാണ് എന്ത് വരിക, രോധം വരിക. അപ്പോൾ FRE എന്ന് വരും. ഓക്കെ, അപ്പൊ ഫ്രീ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് 2 ഇപ്പൊ 2 എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് നമ്മൾ കേൾക്കാറില്ല, അതുപോലെ ഫ്രീ എന്ന് ഓർത്ത് വെച്ചാൽ FRE ആ ഓർഡറിലാണ് വരുന്നത്. അതായത് ധാരത്തിനും യത്നത്തിനും ഇടയിലാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം വരുന്നത് എന്നുള്ള എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കുക. അത് 2ാം വർഗ ഉത്തോലകങ്ങളാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഒക്കെ നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, ഇവയൊക്കെ. ഇനി 3ാം വർഗ ഉത്തോലകങ്ങൾ. 3ാം വർഗ ഉത്തോലകമാണ് ഏത്, രോധത്തിനും ധാരത്തിനും ഇടയിൽ ഏത് വന്നാൽ യത്നം വരുന്ന ഉത്തോലകങ്ങളാണ് 3ാം വർഗ ഉത്തോലകങ്ങൾ. അതായത് REF അതാണ് അതിന്റെ ഓർഡർ. അതായത് E ആണ് നടുവിൽ വരുന്നത്, എഫേർട്ട് ആണ് നടുവിൽ വരുന്നത്, യത്നം ധാരത്തിനും ഇടയിൽ, രോധത്തിനും ധാരത്തിനും ഇടയിൽ യത്നം വരുന്നത്. ഓക്കെ, അതിനുള്ള ഉദാഹരണങ്ങളാണ് ചവണ, ചൂണ്ട, ഐസ്റ്റോങ്സ് ഇവയൊക്കെ. ചവണ, ചൂണ്ട, ഐസ്റ്റോങ്സ് ഇവയൊക്കെ എന്താണ് അതിന്റെ ഉദാഹരണങ്ങൾ പെട്ടതാണ്. ഇനി ഇതില്
ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റിയിട്ട് ക്രമീകരിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലുള്ള ചില ടൈപ്പ് ചില ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്ഥാനം മാറ്റിയിട്ട് ചിലതൊക്കെ പൊന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എളുപ്പത്തിൽ പ്രവർത്തി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ലഘുയന്ത്രത്തിൽ ഏതിന്റെ സ്ഥാനമാണ് മാറ്റുന്നത്, യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ പോയിന്റ് കൂടി ജസ്റ്റ് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് വീൽ ബാരോ. അത് നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം. ഒരു ടയർ മാത്രമുള്ള ഒരു ഇതിനെ പറയുന്നതാണ് വീൽ ബാരോ എന്നുള്ളത്. അതൊരു ജസ്റ്റ് ടേം ഒന്ന് ഓർത്ത് വെച്ചോ, നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വരുന്നത് എന്ത് ചെയ്യാം, പറയുമ്പോൾ കിട്ടാതെ പോലെ. ഇനി അടുത്തത് ചരിവ് തലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലോറിയിലേക്ക് ഒരു തടികൾ കയറ്റിക്കൊണ്ടുവന്നത്. അപ്പോൾ മരപ്പണിക്കാർ ഉപയോഗപ്പെടുത്തുന്ന ആപ്പ് ചെരിവ് തലത്തിന്റെ വകഭേദമാണ്. ആദ്യം ചെരിവ് തലം എന്താണെന്ന് പറയാം. ചെരിവ് തലത്തിന് കറക്റ്റായിട്ട് ഡെഫിനിഷൻ ഉണ്ട്. യത്നം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തിരശ്ചീന തലമായി മട്ടകോൺ വരാതെ ഏതൊരു കോണിലും ചെരിച്ച് ക്രമീകരിക്കുന്ന ഒരു പ്രതലമാണ് ഏത്, ചെരിവ് തലം എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ട് ഇതുപോലെ പൊക്കിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും എന്ത്, ഈ ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ നമുക്ക് പൊക്കി കൊണ്ടുപോകാനുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ ലോറിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ചരിവ് തലത്തിലൂടെ കാറ്റിക്കൊണ്ടുവരുന്നത്, ചെരിഞ്ഞ രീതിയിലേക്ക് കാറ്റിക്കൊണ്ടുവരുന്നത്. അപ്പോൾ യത്നം കുറക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ റെസിസ്റ്റൻസ് യത്നം കുറക്കുന്നതിന് വേണ്ടിയിട്ട് തിരശ്ചീന തലമായിട്ട് മട്ട കൊണ്ടുവരാന്ന് വെച്ചാൽ അതായത് നേരെ മുകളിലേക്ക് കുത്തനെ പൊക്കിക്കൊണ്ട് പോകാതെ തന്നെ എന്ത് ചെയ്യുക, ഏതൊരു കോണിലും ചെരിച്ചിട്ട് ക്രമീകരിക്കുന്ന ഒരു പ്രതലമാണ് ഏത്, ചെരിവ് തലം. അപ്പൊ ചെരിവ് തലം ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഏത്, മരപ്പണിക്കാർ ഉപയോഗപ്പെടുന്ന ആപ്പ് എന്തിന്റെ ഉദാഹരണമാണ്, ചെരിവ് തലത്തിന്റെ ഒരു വകഭേദമാണ്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് നോക്കണം. ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാം വർഗ്ഗ ഉത്തലോകം, രണ്ടാം വർഗ്ഗ ഉത്തലോകം, മൂന്നാം വർഗ്ഗ ഉത്തലോകം, അതിന്റെ എക്സാമ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ എക്സാമ്പിളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണം. അത് ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു സെഷൻ കൂടിയാണ്. ഓക്കെ, അടുത്ത നമുക്കിനി ആറാമത്തെ ചാപ്റ്റർ ആയിരിക്കും. ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഇനി അറിവിൻ്റെ ജാലകങ്ങൾ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് അതൊരു അടുത്തൊരു ക്ലാസ്സിലാക്കിയിട്ട് എടുക്കാം.